ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ സമവായത്തിനായി നയതന്ത്ര ചർച്ചകൾ സജീവമാക്കി എന്നുള്ളതാണ്. ഖത്തർ പ്രധാനമന്ത്രി, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി, ഫ്രാൻസ് വിദേശകാര്യമന്ത്രി എന്നിവർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി അബ്ബാസ് അരക്ചി അടക്കമുള്ള ആളുകൾ വിവിധ രാജ്യങ്ങൾ ഒമാനിലും പാകിസ്ഥാനിലും റഷ്യയിലുമായി ഇപ്പോൾ സന്ദർശനത്തിലാണ്. സൗദി വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്നോ നാളെയോ സംസാരിക്കും. ഇത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടത്തുന്നുണ്ടല്ലോ അജയ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ലോകരാജ്യങ്ങളെല്ലാം ചെന്നുപെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. എണ്ണ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ഗൾഫ് മേഖലയാകെ അവരുടെ ടൂറിസവും എണ്ണ വിതരണവും ഒക്കെ വല്ലാതെ പ്രതിസന്ധിയിലാണ്. ഹോർമുസിൽ വിഷയങ്ങൾ അതികഠിനമായി തുടരുന്നു. അമേരിക്ക കടുംപിടുത്തം വിടുന്നില്ല. സ്വാഭാവികമായും ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ലോകരാജ്യങ്ങൾ അവർ നേരിട്ടിടപെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ ഉപരോധം അത് മുൻപത്തേനേക്കാൾ കൂടുതൽ ശക്തമായതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മുൻപത്തെ ഉപരോധത്തിൽ ഇറാൻ തങ്ങളുടെ ചില സൗഹൃദ രാഷ്ട്രങ്ങളെ ഈ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സൗഹൃദ രാഷ്ട്രങ്ങളുടെ ഗതാഗതമാണെങ്കിലും അത് കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് പ്രത്യേക ടോൾ പിരിവിന് പണം നൽകണം, അതുപോലെ തന്നെ IRGCയുടെ പ്രത്യേക അനുമതി വാങ്ങണം, അതുപോലെ IRGC നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്താലും മറ്റൊരു പ്രതിസന്ധി അവരെ കാത്തിരിക്കുന്നത് അമേരിക്കൻ ഉപരോധം തന്നെയാണ്. അമേരിക്കൻ കപ്പലുകളാണെങ്കിലും അമേരിക്കയുടെ അതുവഴി വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളാണെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകൾ അത് ഇറാനിയൻ ബന്ധമില്ലാത്ത കപ്പലുകളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ചെക്കിംഗ് പോയിന്റുകളും അത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇപ്പോൾ നിരന്തരമായിട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില $100 മുകളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ നിലവിലെ വില ഇന്ന് രാവിലത്തെ ഒരു സൂചിക അനുസരിച്ച് $106 പെർ ബാരൽ എന്നുള്ള കണക്കിലാണ്. എന്തായാലും ഈ ഉപരോധം അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില അത് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട്. ട്രംപ് തന്നെ പറയുന്നത് ചിലപ്പോൾ $200 വരെ ആകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് ലോക സമാധാനത്തിന് വേണ്ടി നൽകുന്ന ചെറിയൊരു തുകയായിട്ട് എല്ലാവരും കരുതണം എന്നതാണ് ട്രംപിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്.